ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പനച്ചിക്കാട് ദേവീ ക്ഷേത്രത്തിൽ പോയ വീഡിയോ ആണ്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തത്. ഇപ്പോൾ അവിടെ നവരാത്രി ഉത്സവകാലമാണ്. നവരാത്രിക്ക് വളരെ പ്രാധാന്യമുള്ള അമ്പലമാണ്. സരസ്വതി ദേവിയുടെ ക്ഷേത്രത്തിലെല്ലാം നവരാത്രി കാലങ്ങളിൽ ഭയങ്കര പ്രധാനമാണല്ലോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ അഷ്ടമി നവമിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ദുർഗാഷ്ടമിയുടെ അന്നാണ് ഞങ്ങൾ അവിടെ പോയത്. വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആദ്യം മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. അവിടെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ താഴെ ദേവി മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ഉള്ള ഒരു സരസ്വതി ക്ഷേത്രം മണ്ഡപമുണ്ട്, അവിടേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ കൊച്ചുനാളിൽ എനിക്ക് അവിടെ എഴുത്തിനിരുത്തിയത് അവിടെ വെച്ചാണെന്ന് അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ നാഗത്തറയുണ്ട്. അവിടെ ഈ പുള്ളുവൻ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അകത്ത് കയറി മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവീ ക്ഷേത്രത്തിലോട്ട് താഴെ അങ്ങോട്ട് പോയി വേണം നമ്മളവിടെ തൊഴുവാൻ. കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലണം. അതിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ദേവി ഒരു ഓലക്കുടയിലാണ് അവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലണമെന്ന് പറയുന്നത്. അങ്ങനെ വഴിപാട് റെസിപ്റ്റ് കൗണ്ടറിൽ പോയി വഴിപാടൊക്കെ എടുത്ത് ചീട്ടൊക്കെ ആക്കിയതിന് ശേഷം അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് ചെല്ലണം. ഇതാണ് ദേവിയുടെ മൂലസ്ഥാനം ഇരിക്കുന്നത്. അതൊരു നമ്പൂതിരിക്ക് ഓലക്കുടയിൽ ദേവി മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്ന് അദ്ദേഹം സങ്കടങ്ങൾ ഉണർത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ദേവി വരികയും അപ്പോൾ ഈ ഓലക്കുട അവിടെ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് തിരികെ വരുമ്പോൾ ആ ഓലക്കുട എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മൂകാംബിക ദേവി അവിടെ വന്നിട്ടുണ്ടെന്നുള്ള സാന്നിധ്യം അറിയിക്കുകയും അങ്ങനെ അവിടെ ആ കുടയാണ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്ത് ദേവിയുടെ മൂലവിഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. അത് പക്ഷേ വള്ളിപ്പടർപ്പെല്ലാം പടർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ കറങ്ങി വന്ന് നമ്മൾ ഈ സൈഡിൽ നിന്ന് തൊഴുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് ദേവിയെ കണ്ട് തൊഴുവാൻ പറ്റുന്നത്. ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ നേരെ ഫ്രണ്ടിൽ തന്നെ നിന്ന് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റും. അപ്പോൾ ദേവിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടാണ് അവർ പൂജയൊക്കെ നടത്തുന്നത്. നമ്മൾ എന്തെല്ലാം അർച്ചനയൊക്കെ നടത്താനുണ്ടെങ്കിൽ അവിടെ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുക. ഒരു തിരുമേനി താഴെ അവിടെ തന്നെ ഇരുന്ന് എല്ലാ അർച്ചനയും നടത്തും. വേറൊരു തിരുമേനിയുടെ കയ്യിൽ മുകളിലോട്ട് കൊടുത്താണ് തരുന്നത്. ആദ്യം എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പേടിയുണ്ടായിരുന്നു. അന്നേരം പിന്നീട് അവിടെ കുഴപ്പമില്ല, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അതുപോലെ അവിടെ ഒരുപാട് മണ്ണ് ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അവിടെ ഹരിശ്രീ ഗണപതായേ നമഃ എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് ആർക്കും അവിടെ സമയമൊന്നുമില്ല, എപ്പോഴും വേണമെങ്കിലും വലിയ ആൾക്കാർക്കൊക്കെ എഴുതാം. പിന്നെ വിജയദശമിയുടെ അന്നാണ് കുട്ടികളെയൊക്കെ ധാരാളം എഴുത്തിനിരുത്തുന്നത്. ഇപ്പോൾ അവിടെ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് പോയി എടുത്തതാണ് ഇത്രയും വീഡിയോ ഒക്കെ. കണ്ടോ, ദേവിയുടെ ആ പ്രതിഷ്ഠയും ഒരു മൂലവിഗ്രഹം കാണാൻ പറ്റത്തില്ല. അതിന് പകരം ഒരു ദേവീ വിഗ്രഹമുണ്ട്. അവിടെ ഒരു തിരുമേനി താഴെ ആ കുളത്തിൽ ആ കരയിൽ ഇരുന്നാണ് തിരുമേനി അവിടെ പൂജയെല്ലാം ചെയ്യുന്നത്. നമുക്ക് അർച്ചനയെല്ലാം അങ്ങനെയാണ് ചെയ്ത് തരുന്നത്. ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരണം. ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് പോയിട്ടില്ലാത്തവർക്കും ആദ്യമായിട്ട് ഞാൻ പോയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം നാണ്ട തിരുമേനിക്ക് ഇതുപോലെ ദക്ഷിണ വാങ്ങിച്ചിട്ട് നമുക്ക് അർച്ചന നടത്തിത്തരും. നല്ല ഒരു മനോഹരമായൊരു ക്ഷേത്രമാണ്. ഒരിക്കലെങ്കിലും പോകേണ്ടതാണ് എല്ലാവരും. അങ്ങനെ എനിക്കെന്തായാലും ഇപ്പോൾ ഈ പൂജയുടെ അഷ്ടമിയുടെ അന്ന് ദുർഗാഷ്ടമിയുടെ അന്ന് തന്നെ പോകാൻ കഴിഞ്ഞു. പോയി ദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി അതുപോലെ അവിടുത്തെ വഴിപാടുകളെല്ലാം നടത്തി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കാനുമൊക്കെ കഴിഞ്ഞു. പിന്നീട് അവിടെ ഓരോരോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജിൽ നല്ല കുട്ടികളുടെ ഡാൻസ് പാട്ടൊക്കെ എല്ലാം സരസ്വതി ദേവിയുടെ ഇതുണ്ടല്ലോ, മൂകാംബിക ദേവിയുടെ അതേപോലെ തന്നെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഈ പൂജയുടെ ഇതായിട്ട് ഒരുപാട് കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ഞാനും കുറച്ച് നേരം പരിപാടികളൊക്കെ ആസ്വദിച്ചു.
നന്നായിട്ട് കുട്ടികളുടെ പാട്ടുകളും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം 2 മണിക്കൂറോളം 2-2.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇതുപോലെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് വന്നിട്ട് വേണം റോഡിലേക്ക് കയറാൻ. ഈ അമ്പലം കുറച്ച് താഴ്ന്നാണ് ഈ അമ്പലം ഇരിക്കുന്നത്. എല്ലാം സ്റ്റെപ്പ് കയറി താഴോട്ട് ഇറങ്ങി ചെല്ലണം. ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു അമ്പലമാണ്, എല്ലാവരും പോയി കാണുക. അങ്ങനെ പനച്ചിക്കാട്